ഈ പ്രതിപക്ഷ ഭേദഗതികളെല്ലാം തന്നെ ശബ്ദ വോട്ടോട് തള്ളിപ്പോവും. കാരണം കൂടുതൽ അംഗസംഖ്യ ഭരണപക്ഷത്തിനായതുകൊണ്ട് തന്നെ ഈ പ്രതിപക്ഷം കൊണ്ടുവന്ന ഭേദഗതികൾ അവർ പറയുന്ന ചില നിർദ്ദേശങ്ങളുണ്ടല്ലോ, അതൊന്നും അംഗീകരിക്കാൻ ഭരണപക്ഷത്തിന് നേരത്തെ തയ്യാറായിരുന്നില്ല. അത് അതിന്റെ ഔദ്യോഗിക നടപടിക്രമങ്ങളിലൂടെ തന്നെ തള്ളുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഏറ്റവും ആദ്യം NK പ്രേമചന്ദ്രൻ നേരത്തെ മുന്നോട്ട് വെച്ച 75-ാം നമ്പർ ഭേദഗതി അത് ശബ്ദ വോട്ടോടെ തള്ളുന്ന കാഴ്ച കണ്ടു. പിന്നീട് K. സുധാകരൻ, KC വേണുഗോപാൽ എന്നിവർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അത് ശബ്ദ വോട്ടോടെ തള്ളിക്കളഞ്ഞു. അങ്ങനെ പ്രതിപക്ഷത്തിൽ നിന്നും ചോദിക്കുന്നുണ്ട് ഭേദഗതികൾ നിർദ്ദേശിയുടെയൊക്കെ പേര് വിളിച്ച്, അത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. K. രാധാകൃഷ്ണൻ, ET മുഹമ്മദ് ബഷീർ ഇവരുടെയൊക്കെ തന്നെ ഭേദഗതികൾ അത് സ്പീക്കർ ആദ്യം ചോദിക്കും, നിങ്ങൾ ആ ഭേദഗതി ഇപ്പോഴും മുന്നോട്ട് വെക്കുന്നുണ്ടോ? മൂവിംഗ് എന്നതാണെങ്കിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ നോട്ട് മൂവിംഗ് അത് ഞാൻ മുന്നോട്ട് വെക്കുന്നില്ല എന്ന് ആ അംഗത്തിന് പറയാം. അതിനുശേഷം ആ ഭേദഗതിയോട് എന്താണ് സഭയുടെ പ്രതികരണം എന്ന് സ്പീക്കർ തേടുന്നു. അപ്പോൾ ശബ്ദ വോട്ടോടുകൂടി യെസ് നോ പറഞ്ഞുകൊണ്ട് എന്നോട് പ്രതികരിക്കുന്നു. ഇപ്പോൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു. നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ച് ET മുഹമ്മദ് ബഷീറിന്റെയും K. രാധാകൃഷ്ണന്റെയും ഭേദഗതി നിർദ്ദേശങ്ങളും ഇപ്പോൾ സഭ ശബ്ദ വോട്ടോടെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. കൂടുതൽ യെസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നോ എന്ന് പറയുന്നത് ആരാണോ ആ രീതിയിൽ തന്നെയാണ് ശബ്ദ വോട്ടിന്റെ ഫലമുണ്ടാവുക. ആ രീതിയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാവുകയാണ്. ലോക്സഭയിൽ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. मेरे विचार में निर्णय ना वालों के प्रश्न संशोधन स्वीकृत हुआ। श्री राजेश रंजन जी संशोधन संख्या 130 और 131। आई मूविंग द बिल सर। प्रश्न ये कि राजेश रंजन जी द्वारा प्रस्तुत संशोधन संख्या 130 131 को स्वीकृत किया जाए। जो सदस्य इसके पक्ष में हाँ गए, जो सदस्य विरोध में ना गए। मेरे विचार में निर्णय ना वालों के प्रश्न संशोधन स्वीकृत हुआ। प्रश्न है कि खंड 4 यथा संशोधित विधेयकांग बने। जो सदस्य इसके पक्ष में हाँ गए, जो सदस्य विरोध में ना गए। मेरे विचार में निर्णय हाँ वालों के प्रश्न खंड 4 यथा संशोधित विधेयकांग बना। माननीय मंत्री जी प्रस्ताव प्रस्तुत करें। I move the motion. प्रश्न है कि माननीय मंत्री द्वारा प्रस्तुत प्रस्ताव को स्वीकृत किया जाए। जो सदस्य इसके पक्ष में हाँ गए, जो सदस्य विरोध में है वो ना गए। मेरे विचार में निर्णय हाँ वालों के प्रश्न प्रस्ताव स्वीकृत हुआ। माननीय मंत्री जी अब संशोधन संख्या 110 को प्रस्तुत करें। I move that the bill be passed as amended. Amendment 110। Sorry, I move the amendment. प्रश्न ये कि मंत्री द्वारा प्रस्तुत संशोधन संख्या 110 को स्वीकृत किया जाए। जो सदस्य इसके पक्ष में हाँ गए, जो सदस्य विरोध में ना गए। मेरे विचार में निर्णय हाँ वालों के प्रश्न संशोधन स्वीकृत हुआ। प्रश्न ये कि नया खंड 4A विधेयकांग बने। जो सदस्य इसके पक्ष में हाँ गए, जो सदस्य विरोध में ना गए। मेरे विचार में निर्णय हाँ वालों के प्रश्न नया खंड 4A विधेयक में जोड़ दिया गया है। പ്രതിപക്ഷത്തിന്റെ ഭേദഗതികൾ ശബ്ദ വോട്ടോടെ തള്ളുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ലോക്സഭയിൽ നിന്ന് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. മറ്റൊന്ന് മുനമ്പത്ത് നിന്നാണ്. മുനമ്പത്ത് നിവാസികളുടെ ആഹ്ലാദ പ്രകടനമാണ് അവിടെ നടക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു ദൃശ്യങ്ങളിൽ നിന്ന്. NK പ്രേമചന്ദ്രൻ മുന്നോട്ട് വെച്ച ഭേദഗതികൾ അത് ശബ്ദ വോട്ടിൽ തള്ളിയിട്ടുണ്ട്. K. സുധാകരന്റെയും KC വേണുഗോപാലിന്റെയും ഭേദഗതികളും തള്ളിയിരിക്കുന്നു. ET മുഹമ്മദ് ബഷീറിന്റെയും K. രാധാകൃഷ്ണന്റെയും ഭേദഗതികളും ശബ്ദ വോട്ടോടെ തള്ളിയിരിക്കുന്നു. മുനമ്പത്ത് നിന്ന് വരുന്ന ദൃശ്യങ്ങളിൽ അവിടെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് പടക്കം പൊട്ടിച്ചുള്ള ആഘോഷമൊക്കെ അവിടെ നടക്കുന്നു. ആഹ്ലാദ പ്രകടനമൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഈ വോട്ടെടുപ്പിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി സ്പീക്കർ അല്പസമയത്തിനകം തന്നെ അത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തും. ലോക്സഭയിലേക്ക് വീണ്ടും ना वालों के प्रश्न संशोधन स्वीकृत हुआ। प्रश्न है कि खंड 5 विधेयकांग बने। जो सदस्य इसके पक्ष में हाँ गए, जो सदस्य विरोध में ना गए। मेरे विचार में निर्णय हाँ वालों के प्रश्न खंड 5 विधेयकांग बना। श्री गौरव गोगोई जी संशोधन संख्या 17 और 18। सर आई मूव संशोधन 17 and 18। प्रश्न एक श्री गौरव गोगोई जी द्वारा प्रस्तुत संशोधन संख्या 17 और 18 को स्वीकृत किया जाए। जो सदस्य इसके पक्ष में हाँ गए, जो सदस्य विरोध में ना गए। मेरे विचार में निर्णय ना वालों के प्रश्न संशोधन स्वीकृत हुआ। श्री NK प्रेमचंद्रन जी संशोधन संख्या 85 और 86।
പ്രീതി വന്താലും ഈ ഭേദഗതികൾ അതിലെന്താണ് സഭയുടെ പ്രതികരണം? സഭ അനുകൂലിക്കുന്നുണ്ടോ പ്രതികൂലിക്കുന്നുണ്ടോ? ശബ്ദ വോട്ട് തേടുകയാണ്, അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഭേദഗതി നിർദ്ദേശങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഉണ്ടായതുകൊണ്ട് തന്നെ ഓരോ ഭേദഗതികളും അത് അക്കമിട്ട് വായിച്ച് ആദ്യം തന്നെ പോകേണ്ടതുണ്ട്. അതാണ് ഈ ബില്ല് പാസ്സാക്കിയെടുക്കുന്നതിന്റെ നടപടിക്രമം. അത് പുരോഗമിക്കുകയാണ്. നേരത്തെ നമ്മൾ ഈ വോട്ടിംഗ്, അത് ഇലക്ട്രോണിക് വോട്ടിംഗിൽ നമ്മൾ കണ്ടതാണ്. ആ ബില്ലിനെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ വോട്ട് രേഖപ്പെടുത്താമെന്ന് കണ്ടപ്പോൾ നമ്മൾ ആ ഡിസ്പ്ലേയിൽ കണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്പീക്കർ ചില വ്യവസ്ഥകൾ, അതായത് ഈ പുതിയ പാർലമെന്റ് മന്ദിരത്തിലേക്ക് വന്ന ശേഷം ഇവിടെയുള്ള പുതിയ വ്യവസ്ഥിതി ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വ്യവസ്ഥയെക്കുറിച്ച് ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഈ ശബ്ദ വോട്ടിന് ശേഷം പറയാം എന്നുകൂടി സ്പീക്കർ പറഞ്ഞു. മാന്യ അംഗങ്ങൾക്ക് അതിൽ ഖേദമുണ്ടാവരുത് എന്ന് പറഞ്ഞിട്ടാണ്. അതായത് അവിടുത്തെ ഒരു സംവിധാനം ഏത് രീതിയിലാണ് എന്ന രീതി സൂചിപ്പിക്കുകയായിരുന്നു. അവിടുത്തെ ലോബികളെല്ലാം ഒരു തവണ ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ പിന്നെ അത് മറ്റ് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയായ ശേഷം മാത്രമേ തുറക്കാൻ കഴിയുള്ളൂ എന്നൊക്കെ സൂചിപ്പിക്കുകയായിരുന്നു അവിടെ സ്പീക്കർ. അതിന്റെ വിശദാംശങ്ങൾ എന്താണ് എന്ന് നമുക്ക് അല്പസമയത്തിനകം മനസ്സിലാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. പഴയ മന്ദിരത്തിൽ അങ്ങനെ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇത് പുതിയ മന്ദിരത്തിലേക്ക് മാറിയ ശേഷമുള്ള ഒരു സംവിധാനമാണ്. ആ സമയത്ത് നിർമ്മാണ സമയത്ത് ഉണ്ടാക്കിയതാണ് എന്ന കാര്യം കൂടി സ്പീക്കർ അവിടെ സൂചിപ്പിച്ചിരുന്നു. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇതിൽ മെജോറിറ്റി, അതായത് ഭൂരിപക്ഷത്തിന് നമുക്ക് വേണ്ട നമ്പർ എന്ന് പറയുന്നത് 272 കാരണം ടോട്ടൽ നോക്കുകയാണെങ്കിൽ 540 നമ്മുടെ 542 നമ്മുടെ അംഗസംഖ്യ എന്ന് കാണാം. അതുകൊണ്ട് തന്നെ ഇതിൽ 272 എന്ന് പറയുന്ന ആ നമ്പറിലേക്കാണ് ഭൂരിപക്ഷത്തിന് നമുക്ക് വേണ്ടത്. നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതിൽ എത്ര പേര് അനുകൂലിച്ചും പ്രതികൂലിച്ചൊക്കെ വോട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെ നമ്പർ എന്നാണ് പറയാ, ആ കണക്കുകളിലേക്കാണ് നമ്മുടെ കണ്ണിന് പോകുന്നത്. അതിലാരൊക്കെ ഏതൊക്കെ കക്ഷികൾ, ഇപ്പോൾ NK പ്രവീണേന്ദ്രൻ സംസാരിക്കുന്നു. Because not Muslim, I'm moving. Okay. प्रश्न ये है कि श्री NK प्रेमचंद्र द्वारा प्रस्तुत संशोधन संख्या 87 को स्वीकृत किया जाए, जो सदस्य इसके पक्ष में हाँ कहें, जो सदस्य विरोध में ना कहें. मेरे विचार में लॉ भी ऑलरेडी क्लियर है. अब मतदान. ഈ ഭേദഗതികളിന്മേലുള്ള ശബ്ദ വോട്ടെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. അതിനുശേഷം അടുത്ത നടപടികളിലേക്ക് ഇപ്പോൾ സ്പീക്കർ കടന്നിരിക്കുകയാണ്. നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇലക്ട്രോണിക്കലി വോട്ട് രേഖപ്പെടുത്താനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്തായാലും ശബ്ദ വോട്ടോടുകൂടി ഈ പ്രതിപക്ഷം കൊണ്ടുവന്ന ഭേദഗതി നിർദ്ദേശങ്ങളെല്ലാം തള്ളിക്കളഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാം. एक सेकंड अब इसी को एक सेकंड अब इसी को दोबारा मतदान के लिए मैं महासचिव को बोलूंगा. दोबारा अब आप बात सुनिए. शांत हो जाए. डोन बजे तो उसकी आवाज सुनना. डोन बजा था प्लीज. हाँ, एक आप शांत रहिए प्लीज 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 प्लीज. पहले डायरेक्शन देकर रखा, बैठ जाइए. अब दोबारा पढ़ता हूं. प्रश्न ये कि श्री NK प्रेमचंद्र जी द्वारा प्रस्तुत संशोधन संख्या 87 को स्वीकृत किया जाए, जो सदस्य इसके पक्ष में हाँ गए. डिवीजन. अब मतदान.
വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വോട്ടിംഗ് നടപടിക്രമങ്ങളാണ് ഇപ്പോൾ സഭയിൽ നടക്കുന്നത്. അതിൽ ചില പ്രതികരണങ്ങളൊക്കെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഈ വോട്ടിംഗ് നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ അവർ ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ സ്പീക്കർ അത് സാവധാനം പറഞ്ഞു തരാം എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം അത് വിശദീകരിക്കുമെന്നാണ് സ്പീക്കർ ഈ അംഗങ്ങൾക്ക് നൽകിയിരിക്കുന്ന മറുപടി. വോട്ടിംഗ് രേഖപ്പെടുത്തേണ്ട രീതി, അത് രേഖപ്പെടുത്തപ്പെട്ട ശേഷം അതിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന രീതി, അതെല്ലാം വ്യക്തമാക്കാം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ ചില ഈ രണ്ടാമത് വീണ്ടും വോട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ ചില പ്രതിപക്ഷ അംഗങ്ങൾ അതിനെതിരെ ശബ്ദമുയർത്തുന്നത് നമ്മളവിടെ കണ്ടു. അതിൽ ഇപ്പോൾ ഒരു പ്രതികരണം സ്പീക്കറുടെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ ലോക്സഭാ സെക്രട്ടറി ജനറലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ഡൽഹിയിൽ നിന്നും ആർ അച്യുതൻ കൂടി അല്പസമയത്തിന് നമുക്കൊപ്പം ചേരുകയും ചെയ്യും. യഥാർത്ഥത്തിൽ എന്താണ് ഇതുമായി ബന്ധപ്പെട്ടൊരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നത് സഭയിലെന്ന് നമുക്ക് ചോദിക്കുകയും ചെയ്യാം. ആ സമയത്ത് എന്തായാലും അനുകൂലിച്ചും പ്രതികൂലിച്ചും വോട്ട് രേഖപ്പെടുത്തിയ ആൾക്കാരുടെ എണ്ണം സംബന്ധിച്ച് ഒക്കെ ചില വ്യക്തതക്കുറവുണ്ട്, ചില ആശയക്കുഴപ്പങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഈ പ്രതിപക്ഷ നിരയിൽ നടക്കം അവിടെ പലരും എഴുന്നേറ്റ് നിൽക്കുന്ന നമുക്ക് കാണാം. അവിടെ അവർ ആശങ്കകൾ പറയുന്നതുമുണ്ട്, അവർ അത് രേഖപ്പെടുത്തുന്നുമുണ്ട്. അതിൽ ഒരു പ്രതികരണം, അതിന് വിശദീകരണമൊക്കെ സഭാനാഥനായ സ്പീക്കറുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ ലോക്സഭാ നടപടിക്രമങ്ങൾ എന്താണെന്ന് വിശദീകരിച്ചത് നേരത്തെ സഭാ സെക്രട്ടറി ജനറലാണ്. അദ്ദേഹവും അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തും വൈകാതെ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനകം ആർ അച്യുതൻ ഡൽഹിയിൽ നിന്നും അതിൻ്റെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുമെന്നും കരുതുന്നു. റീത്ത് നമ്മൾ കണ്ടതാണ് നേരത്തെ ഈ ഓരോ ഭേദഗതികളും അത് നിർദ്ദേശിച്ചത് കൂടുതലായി പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നായതുകൊണ്ട് അത് നിർദ്ദേശിച്ച ആൾക്കാരുടെ പേരെടുത്ത് വിളിച്ചാണ് സ്പീക്കർ ചോദിച്ചത്. ആ ഭേദഗതി നിർദ്ദേശം നിങ്ങൾ ഇപ്പോഴും മുന്നോട്ട് വെക്കുന്നുണ്ടോ എന്ന് ചോദിച്ചത്. അങ്ങനെ അത് മുന്നോട്ട് വെക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് സഭയ്ക്ക് മുന്നിലാകെ വെക്കുന്നു. ആ നിർദ്ദേശത്തോട് എന്താണ് സഭയുടെ പ്രതികരണം എന്ന് ശബ്ദ വോട്ടായി തേടുകയായിരുന്നു സ്പീക്കർ. ആ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി. നിരവധി ഭേദഗതി നിർദ്ദേശങ്ങളാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ടായത്. എനിക്ക് തോന്നുന്നു ഇന്ത്യ സഖ്യത്തിലെ എല്ലാ കക്ഷികൾക്കും ഈ ഭേദഗതി നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ചില കാര്യങ്ങളോട് അനുകൂല മനോഭാവമാണ്, അനുകൂല നിലപാടാണ്. പക്ഷേ ചില കാര്യങ്ങളോട് വിയോജിപ്പുണ്ട് എന്ന് സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഈ ചർച്ചയുടെ സമയത്ത് എല്ലാ കക്ഷി നേതാക്കളുടെ ഭാഗത്തും. അപ്പോൾ അങ്ങനെ നിർദ്ദേശിക്കപ്പെട്ട ഓരോ ഭേദഗതികളും അത് സഭ ശബ്ദവോട്ടോടുകൂടി തള്ളുന്നു. കാരണം ഭരണപക്ഷത്തിന് കൂടുതൽ പേരുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ശബ്ദവോട്ടോടെ തള്ളി എന്ന രീതിയിൽ തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ അതിനുശേഷം ഈ വോട്ടിംഗ് രേഖപ്പെടുത്തുന്ന നടപടിക്രമങ്ങളിലേക്ക് കടന്നപ്പോഴാണ് ഇപ്പോൾ അവിടെ ഒരു കാലതാമസം ഉള്ളത്. അത് എന്താണ്, അതിൻ്റെ ടെക്നിക്കലി എന്താണ് അതിൻ്റെ കാര്യങ്ങളെന്ന് നമുക്ക് അന്വേഷിക്കേണ്ടതുണ്ട്. അല്പസമയത്തിനകം അതിൻ്റെ വിശദാംശങ്ങൾ ലഭിക്കും എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്.